PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2022 മുതൽ 2026 വരെ ഇപ്പോൾ ലാസ്റ്റ് വരെയൊക്കെ ചോദിച്ചിട്ടുള്ള ഭരണഘടനയുടെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. കാര്യം ഒരുപാട് ഭരണഘടനയിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനയിൽ നിന്നും എത്ര മാർക്കിനാണോ വന്നിരിക്കുന്നത് ആ മാർക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുടെ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുടെ രാജ്യം ഇന്ത്യ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഇനി തിരിച്ചാണ് ചോദിച്ചിരുന്നെങ്കിലോ 2:3. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, ശരിയാണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു, അതും ശരിയാണ്. അപ്പൊ ഇത് മൂന്നും ശരിയാണ്. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. അപ്പൊ ഈ ദിവസം തന്നെയാണ് നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. നെക്സ്റ്റ്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവാണ്. അപ്പോൾ AV അലക്സാണ്ടറും സ്റ്റഫോർഡ് ക്രിപ്സും ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ഇത് ഒരേ വർഷം തന്നെ ആവർത്തിച്ച 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മളത് മറക്കരുത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ലക്ഷ്യ നെഹ്റു എന്ന് ഓർക്കുക, ലക്ഷ്യ നെഹ്റു. നെക്സ്റ്റ്, ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് ഡാഷിന്റെ വ്യവസ്ഥ ഓർ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്? ക്യാബിനറ്റ് മിഷൻ 1946.
ഭരണഘടന അസംബ്ലി രൂപീകരിച്ചത് ഡാഷിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു വന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നെക്സ്റ്റ്, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി ലിപി. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി ലിപി. നെക്സ്റ്റ്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR രാജേന്ദ്ര പ്രസാദ്. സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 450 × 300 450 × 300 മില്ലിമീറ്റർ ആണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഡോക്ടർ BR അംബേദ്കർ അല്ല എഴുതിയത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഒത്തിരി പ്രാവശ്യം വന്നതാണ്. വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അതൊക്കെ അറിയാം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. ഇന്ത്യയുടെ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് പിംഗലി വെങ്കയ്യ ജനിച്ചത്. അടുത്തത് ആമുഖത്തിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയെ തിരിച്ചറിയൽ രേഖ എന്ന് NM പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് NM പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് 42ാമത്തെ ഭേദഗതി. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നിവ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് 42ാമത്തെ ഭേദഗതി മുഖേനമാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം. അപ്പൊ നമുക്ക് എത്ര മുഖമുണ്ട്? ഒരു മുഖമല്ലേ ഉള്ളൂ. അപ്പോൾ ആമുഖം ഭേദഗതി ചെയ്തത്, അപ്പൊ ആ മുഖം ഒരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തെ. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആമുഖത്തെയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ്. അത് കുറച്ചു മുന്നേ പറഞ്ഞ് സോഷ്യലിസ്റ്റും സെക്യുലാറും എന്നീ പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെയാണ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. നമ്മുടെ ഭരണഘടനാ ദിനം എന്ന് ആചരിക്കുന്ന 1949 നവംബർ 26 ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന ഏക തീയതി. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്
നാം ഭാരതത്തിലെ ജനങ്ങൾ. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ഒരു നിയമനിർമ്മാണ സഭാംഗമുണ്ടായിരുന്നു. അതാരാണ്? മുകുന്ദ് രാംറാവു ജേകറാണ്. അദ്ദേഹമാണ് തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത് എന്നൊക്കെ പറഞ്ഞത്. നെക്സ്റ്റ് പൗരത്വത്തെ കുറിച്ചുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെ. അപ്പൊ 5 പൗരന്മാർ നിൽക്കുന്നു എന്നോർക്കുക. പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെയാണ് പൗരത്വം വിശദീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2. ഭാഗം 2ലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 5 മുതൽ 11 വരെ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5 പൗരന്മാർ. അപ്പോൾ 5ന്റെ ഇരട്ടി 10, 10 + 1, അപ്പോൾ 5 to 11. പൗരത്വം 5 പൗരന്മാർ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ്? SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നിർദ്ദേശിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കുപയോഗിച്ച് പ്രാദേശിക ഭരണത്തിന് ത്രിതല സംവിധാനം ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, പ്രാദേശിക തലത്തിൽ നീതി നടപ്പാക്കുന്നതിന് ന്യായ പഞ്ചായത്ത്. അപ്പോൾ ഇതിൽ ശരി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? പഞ്ചായത്തി രാജാണ്. ഗ്രാമപഞ്ചായത്ത്, ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അതാണ് കേട്ടോ ബൽവന്ത് റായ് മേത്ത. നെക്സ്റ്റ്, ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഉപയോഗിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ്, പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MN റോയ് ആണ്. അപ്പൊ പഞ്ചായത്തി രാജ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക MN റോയ്. അദ്ദേഹമാണ് സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ്, കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തത് ഏതാണ്? കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തത് ഏതാണ്? ജനപ്രതിനിധി സ്ഥാനത്തേക്കും പദവികൾക്കും 50% സംവരണം. ജനപ്രതിനിധി സംസ്ഥാനങ്ങളിലേക്ക് മാത്രം 50% സംവരണം. വനിതാ വികസനത്തിന് പ്രത്യേക ഘടക പദ്ധതി. ഇതിൽ ശരിയായിട്ടുള്ളത് ജനപ്രതിനിധി സ്ഥാനത്തേക്കും പദവികൾക്കും 50% സംവരണം. വാർഡ് കമ്മിറ്റികൾക്ക് ബാധകമല്ലാത്തത് ഏതാണെന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി നെഹ്റു പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ ഏത് ജില്ലയിലാണെന്ന്? ബിൽവാഡ, നാഗൂർ, ഉദയ്പൂർ, ജയ്പൂർ. ഏതാണ്? നാഗൂർ. ആദ്യമായി പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് നാഗൂരാണ്. നെക്സ്റ്റ്, 76ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ത്രിതല സംവിധാനം നിലവിൽ വന്നു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ഏതാണ്? ത്രിതല സംവിധാനം നിലവിൽ വന്നു. അതാണ് 74ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത. ബന്ധമുള്ളോ നോക്കാം. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പ്രാദേശിക ഭരണ സംസ്ഥാനങ്ങളിൽ സംവരണം നടപ്പിലായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 74ാം ഭരണഘടന. അപ്പൊ തെരഞ്ഞെടുപ്പ് 74ാം ഭരണഘടന. നെക്സ്റ്റ്, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദി ഏതാണ്? ലോകസഭ, രാജ്യസഭ, ഗ്രാമസഭ, നിയമസഭ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഗ്രാമസഭ. അതൊന്നും നമ്മൾ വീണ്ടും ഓപ്ഷൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കാനായിട്ടാണ്. PK തുങ്കൻ കമ്മിറ്റി 1977, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1989, അശോക് മേത്ത കമ്മിറ്റി 1986, LM സിംഗ്വി 1957. അപ്പൊ നമുക്ക് ചേരുംപടി ചേർക്കാം. PK തുങ്കൻ കമ്മിറ്റി എന്നാണ് 1989. കുറെ പേരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് 1989 ആയിരിക്കും, അത് ഓർക്കുക. തുങ്കൻ 89. PK തുങ്കൻ 89. നെക്സ്റ്റ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്നാണ് 1957.
1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി 1977. ഇപ്പൊ ബൽവന്ത് റായ്ക്ക് മുന്നേ ആയിരുന്നു അശോക് മേത്ത എന്ന് ഓർക്കുക. ബൽവന്ത് റായ് 1957, അശോക് മേത്ത 1977. നെക്സ്റ്റ് ആണ് LM സിഗ്മി. LM സിഗ്മി എന്നായിരുന്നു? LM സിഗ്മി 1989. LM സിഗ്മി 1989 ആയിരുന്നു LM സിഗ്മി. അപ്പോൾ PK തുങ്കൻ എന്നായിരുന്നു? 1989. അശോക് മേത്ത 1957. ബൽവന്ത് റായ് മേത്ത 1977. ലാസ്റ്റ് എന്താണ്? LM സിഗ്മി. LM സിഗ്മി 1989. അപ്പൊ ഏറ്റവും ലാസ്റ്റ് 89 കേട്ടോ. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ സ്ഥാപനം ഏതാണ്? ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ കേരള മിഷൻ. അപ്പോൾ കീഴിൽ വരാത്തത് ഇവയൊന്നുമല്ല കീഴിൽ വരാത്ത. അപ്പൊ ഇവയെല്ലാം കീഴിൽ വരുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി, ദുർഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ പരാതി നൽകാനുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ട്രൈബ്യൂണൽ, ഓംബുഡ്സ്മാൻ, ലോക്കൽ കമ്മിറ്റി, സ്റ്റേറ്റ് ഓഡിറ്റ്. അപ്പൊ ഏതാണ്? ഓംബുഡ്സ്മാൻ ആണ്. അഴിമതി ഓംബുഡ്സ്മാൻ ആണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓംബുഡ്സ്മാൻ ആണ്. നെക്സ്റ്റ്, പഞ്ചായത്തുകൾ ഭരണത്തിന്റെയും വികസനത്തിന്റെയും അടിസ്ഥാന ഘടകമാണ് എന്ന് പറഞ്ഞത് ആരാണ്? EMS ഭരണപരിഷ്കാര സമിതിയാണ്. പഞ്ചായത്തുകൾ ഭരണത്തിന്റെയും വികസനത്തിന്റെയും അടിസ്ഥാന ഘടകമാണെന്ന് പറഞ്ഞത് EMS ഭരണപരിഷ്കാര കമ്മിറ്റി. നെക്സ്റ്റ്, ഭരണഘടനാ ഭേദഗതികളാണ്. ഭരണഘടന ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്? 91ാമത്തെ ഭേദഗതി. ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം? 91ാമത്തെ ഭേദഗതി. ഇപ്പൊ 91 പേർ കൂറുമാറി. 91 പേർ കൂറുമാറി എന്നോർക്കുക. നെക്സ്റ്റ്, 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. അപ്പോൾ അദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി കേട്ടോ. നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. നെക്സ്റ്റ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. 42ാം ഭേദഗതി. സോഷ്യലിസ്റ്റ്, സെക്യുലർ 42ാമത്തെ ഭേദഗതി. നെക്സ്റ്റ്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കൊണ്ട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42. മൗലിക കടമകൾ 42ാമത്തെ ഭേദഗതി. ചെറുഭരണഘടന എന്നറിയപ്പെടുന്നതും 42ാമത്തെ ഭേദഗതിയാണ്. ചെറുഭരണഘടന 42ാമത്തെ ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്നാണ്? 44. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞത് 44ആണ്. അപ്പൊ ചെറുഭരണഘടന 42, സ്വത്തവകാശം എടുത്തു കളഞ്ഞത് 44 കേട്ടോ. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭേദഗതി 74. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ടത് 74. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ഗവർണറാണോ, ഉപരാഷ്ട്രപതി, പാർലമെന്റ്, പ്രധാനമന്ത്രി? പാർലമെന്റ് കേട്ടോ. നമ്മൾ ഓർക്കും ഇപ്പൊ രാഷ്ട്രപതിയാണെന്ന് ഓർക്കും, പക്ഷെ രാഷ്ട്രപതി അല്ല. മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ഇപ്പൊ ഒരാളുടെ കുത്തകയല്ലല്ലോ. ഒരിക്കലും ഒരാളല്ല മൗലിക അവകാശങ്ങൾ നമുക്ക് എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് അത്? എല്ലാവരും കൂടെ ചേർന്നാണ്. ഒരാളാണോ നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ വേണം എന്തൊക്കെ അവകാശങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? രാഷ്ട്രപതി അല്ല. അപ്പൊ അവകാശങ്ങൾ എപ്പോഴും ആരായിരിക്കും? പാർലമെന്റ് ആയിരിക്കും അതിന് ഭേദഗതി വരുത്താനായിട്ട് ഉള്ള ചുമതല കേട്ടോ. നെക്സ്റ്റ്, GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്ന എത്രാമത്തെ ഭേദഗതിയാണ്? GST എത്രാമത്തെയാണ്? 101. GST 101. നെക്സ്റ്റ്, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി ലഭിച്ചത്. പഞ്ചായത്തി രാജ് 73 കേട്ടോ.
സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുള്ള മൗലിക അവകാശത്തെ നിയമാവകാശം മാറ്റിയ ഭേദഗതി ഏതാണ്? നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ സ്വത്ത് 44-ാമത്തെ ഭേദഗതി. 44 ചെറുഭരണഘടന, 42 സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്, 42ാമത്തെ ഭേദഗതി സ്വത്തവകാശം, 44ാമത്തെ ഭേദഗതി. വീണ്ടും സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ എടുത്തു കളഞ്ഞ ഭേദഗതി എത്രയാണ്? 44. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം അത് പാർലമെന്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അതും നമ്മുടെ പാർലമെന്റിന് തന്നെയാണ് കേട്ടോ, രാഷ്ട്രപതി അല്ല. നെക്സ്റ്റ്, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശമായി, അത് ഇപ്പൊ ഞാൻ പറയണ്ട, അതെല്ലാം ഒത്തിരി പ്രാവശ്യം മറ്റുള്ള 44 വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് റിട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? ഇഞ്ചക്ഷൻ, ഹേബിയസ് കോർപ്പസ്, നിരോധനം, കൊവാറന്റോ. ഏതാണ്? ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. ബാക്കി നമുക്കറിയാം ഹേബിയസ് കോർപ്പസ്, കൊവാറന്റോ, പ്രൊഹിബിഷൻ, മാൻഡമസ്, അതെല്ലാം നമുക്കറിയാം. സെർഷറി അതെല്ലാം നമുക്കറിയാം. ഇഞ്ചക്ഷൻ അതല്ല കേട്ടോ. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണെന്ന്? ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നെക്സ്റ്റ്, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ഗാന്ധിജി കൊണ്ടുവന്ന, ഓർക്കുന്നുണ്ട്, അയിത്ത നിർമ്മാർജ്ജനം, അതാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് ഏത് സമയത്താണ്? തെരഞ്ഞെടുപ്പ് കാലത്താണോ? അവിശ്വാസ പ്രമേയം പാസ്സാക്കുമ്പോഴാണോ? അടിയന്തരാവസ്ഥ കാലത്താണോ? അതോ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതാവുമ്പോഴാണോ? അടിയന്തരാവസ്ഥ കാലത്ത്. എല്ലാ അടിയന്തരാവസ്ഥയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എല്ലാ അവകാശങ്ങളും നിഷ്പ്രഭമായിരിക്കുന്ന സമയമാണെന്ന് ഓർക്കുക. അടിയന്തരാവസ്ഥ കാലത്താണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? അത് തന്നെ അറിയാം, സ്വത്തവകാശം എടുത്തു കളഞ്ഞെന്നറിയാം. അപ്പൊ പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആർട്ടിക്കിൾ 44. ഇത് ഒരുപാട് പ്രാവശ്യം ഈ ആർട്ടിക്കിൾ 42, 44 തിരിച്ചും മറിച്ചും ഒക്കെ അത് തന്നെ PSCക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അത് തന്നെ തിരിച്ചും മറിച്ചും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വായിച്ച് നമ്മൾ തന്നെ അത് മടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ്? മാഗ്നാ കാർട്ട മൗലികാവകാശങ്ങൾ. അത് പ്രത്യേകിച്ച് നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു തരേണ്ട കാര്യമില്ല. മാഗ്നാ കാർട്ട മൗലികാവകാശങ്ങളാണ്. നെക്സ്റ്റ്, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? മൗലികാവകാശമാണോ? വിനോദത്തിനുള്ള അവകാശമാണോ? സംഘം ചേരുന്നതിനുള്ള അവകാശമാണോ? സ്വത്ത് ആർജിക്കുന്നതിനുള്ള അവകാശമാണോ? മൗലികാവകാശമാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. നമ്മൾ പറഞ്ഞു അവകാശങ്ങളൊക്കെ ഒരാളിനല്ല, അപ്പം പാർലമെന്റ് കൂടിച്ചേർന്നാണ് എല്ലാം കൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് രാഷ്ട്രപതിക്ക് കേട്ടോ. മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം. അപ്പൊ കൊടുക്കുന്നതിന് നമ്മൾ പാർലമെന്റാണ്. പക്ഷെ റദ്ദ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് റദ്ദ് ചെയ്യുന്ന രാഷ്ട്രപതി. അവകാശങ്ങൾ കൊടുക്കുന്ന പാർലമെന്റും, പക്ഷെ അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദ് ചെയ്യുന്ന രാഷ്ട്രപതിയും മറന്നു പോകരുത്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? 32ാം അനുച്ഛേദമാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി നിരോധനം ചെയ്യുന്ന വ്യവസ്ഥ ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. അതാട്ടോ. പിന്നെ ഇന്ത്യൻ ജനതയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാം അറിയാം മൗലിക അവകാശങ്ങളാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 16 ആണ്.
ഭരണഘടനാ ദിനം നവംബർ 26. വിദ്യാഭ്യാസ അവകാശം ഏത് അനുച്ഛേദത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 21A. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 6 കേട്ടോ. നെക്സ്റ്റ്, നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന ആശയം അർത്ഥമാക്കുന്നത് എന്താണ്? ഏതെങ്കിലും പ്രത്യേക അവകാശത്തിന്റെ അഭാവമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്. 2022 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി എത്രയാണ്? 42ാമത്തെ ഭേദഗതി. ഈ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കൂട്ടിച്ചേർത്ത ഭേദഗതി എത്രയാണ്? അതും 42. അത് 2023 വന്ന ഒരേ സമയത്ത് വന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്, 2 തരത്തിൽ ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നവയാണ്? അയർലൻഡ്. അത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അയർലൻഡാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, സെൻസസ് ഏത് ലിസ്റ്റിൽ പെടുന്നത്? നമുക്ക് ലിസ്റ്റുകളെ കുറിച്ച് നോക്കാം. സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതൊക്കെയാണ്? പോലീസ്, ഭൂനികുതി, പൊതുജനാരോഗ്യം, സെൻസസ്. സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് യൂണിയൻ ഒരു സ്ഥലത്തല്ല, എല്ലായിടത്തും കൂടെയാണ്. അപ്പോൾ നമുക്കറിയാം സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ചില വിഷയങ്ങൾ വരുമാന നികുതി, സെൻസസ്, അങ്ങനെയൊക്കെ പറയാം. പിന്നെ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത ഏതൊക്കെയാണ്? തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ, പൊതുജനാരോഗ്യം. അത് പൊതുജനാരോഗ്യ കാര്യം. ഇത് യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റ് അത് മൊത്തം പഠിച്ചിട്ട് ഈ ടോപ്പിക് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ട് കാര്യമുള്ളേ. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഓരോന്നും അറിയാൻ വയ്യാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നെക്സ്റ്റ്, രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? മൗലികാവകാശങ്ങൾ 3ാമത്തെ പാർട്ടിലാണ്. മൗലികാവകാശങ്ങൾ 3ാമത്തെ പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. മഹാരാഷ്ട്ര, കർണാടക. ഇനിയുണ്ട് ഒരു കോഡുണ്ട്. ആ കോഡ് ഉപയോഗിച്ച് നമ്മളത് പഠിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. 1ാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആരാന്നറിയാമോ? 1ാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് AKG. 1ാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് AKG ആയിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്താണ് സെൻട്രൽ വ്യവസ്ഥ? ഏത് പദ്ധതിയാണെന്നറിയാമോ? പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണത്തിന്റെ പദ്ധതി ആയിരുന്നു സെൻട്രൽ വ്യവസ്ഥ. അത് പഴയ ക്വസ്റ്റ്യൻസ് ആണ്. അതാണ്. നെക്സ്റ്റ്, ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, നീതി ആയോഗ്, ദേശീയ വർഗ പട്ടിക കമ്മീഷൻ. ഭരണഘടനാ ഇതര സ്ഥാപനം എന്ന് വെച്ചാൽ നീതി ആയോഗ് ആണ് കേട്ടോ. ഭരണഘടന ഒരു സ്ഥാപനം അല്ല നീതി ആയോഗ്. നെക്സ്റ്റ്, കേരള PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കേരളത്തിന്റെ. അപ്പം ഒരിക്കലും രാഷ്ട്രപതി ആയിരിക്കത്തില്ല, ഗവർണർ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ്,
താഴെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്ത, ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ആവുന്നോ അല്ലാത്തതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കേരള PSC, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇതിൽ 3ഉം 4ഉം ഭരണഘടനാ സ്ഥാപനമല്ല. ഏതൊക്കെയാണ്? മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമല്ല. ഭരണഘടനയുമായി ബന്ധപ്പെട്ടത് PSC, ധനകാര്യ കമ്മീഷൻ, അതൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കൂടെ നമുക്ക് അടുത്ത് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നും ഭരണഘടനാ സ്ഥാപനങ്ങളല്ല. നമ്മുടെ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വിവരാവകാശം, അതൊന്നും ഭരണഘടനാ സ്ഥാപനം ഒരിക്കലും അല്ല. നെക്സ്റ്റ്, ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1950 ജനുവരി 26-നാണോ പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത്? ഭരണഘടനാ അനുച്ഛേദം 327 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. 1989 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ചു. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇതില് നമുക്ക് എന്താണ് ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം 4ഉമാണ്. അതായത് അനുച്ഛേദം 327 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. അത് തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ്, നമുക്ക് ശ്യാം ശരൺ നേഗി ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകൻ, വിമർശകൻ, ഇന്ത്യയിലെ ആദ്യ വോട്ടർ, രാഷ്ട്രീയ നിരീക്ഷണം. കുറച്ച് എല്ലാത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് അദ്ദേഹം. നെക്സ്റ്റ്, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്ന ആരാണ്? അഖിലേന്ത്യാ സേവനത്തിൽ, ഇന്ത്യയിൽ മൊത്തമുള്ള സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ, എന്തൊക്കെ വ്യവസ്ഥകളുണ്ടെന്ന് നിർദ്ദേശിക്കുന്ന ആരാണ്? അത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. നെക്സ്റ്റ്, കുറച്ച് കമ്മീഷനുകളാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? കേരള വനിതാ കമ്മീഷന്റെ സുഗതകുമാരി. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീദ് പിള്ള. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീദ് പിള്ള. സംസ്ഥാന PSC അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാന PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ പഠിക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്